ഇതിൻ്റെ അടുത്ത പേജിൽ പറയുന്നു, അത് കംപ്ലീറ്റ് ആയില്ല, 314 ഈ ഉമ്മത്തിലും പിന്നെ മുഹദ്ദിസീങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഫൈൻ യക്കുഫി ഉമ്മത്തി മിൻഹും അഹദുൻ ഉമർ, ഈ ഉമ്മത്തിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അങ്ങനത്തെ ആളെന്നൊക്കെ പറഞ്ഞ ഹദീസുണ്ട്. അതെല്ലാം എടുത്തതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, सो दूसरा पैराया ये है कि बजाय लफ्ज़ നബി के മുഹദ്ദസ് का लफ्ज़ हर एक जगह समझ ले. അപ്പം അതുകൊണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം എന്താണ്, ഇവിടെ നബി എന്ന പദത്തോട് കണ്ടോടത്ത് നിങ്ങളത് മുഹദ്ദസ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. और नीज अनकरीब आजिज़ एक रिसाला मुस्तक़िला निकालने वाला है. ഇൻഷാല്ലാ അടുത്ത് തന്നെ ഞാനൊരു പ്രത്യേക ലഘുലേഖ തയ്യാറാക്കുന്നതായിരിക്കും. जिसमें इन शुबहात की तफसील और बसत से तशरीह की जाएगी. അതിൽ ഈ സംശയങ്ങളൊക്കെ വ്യക്തമായും ചുരുങ്ങിയ രൂപത്തിലും വിശദീകരിക്കപ്പെടുന്നതായിരിക്കും. जो मेरी किताबों के पढ़ने वालों के दिलों में पैदा होते हैं. എൻ്റെ പുസ്തകങ്ങളിൽ വായിച്ചവർക്ക് അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള സംശയങ്ങൾ കാരണത്താൽ അതിനുള്ളൊരു പ്രതിവിധി എന്ന നിലക്കാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഞാൻ പുസ്തകം എഴുതാൻ പോകുന്നുവെന്ന്. അപ്പോൾ നമ്മുടെ ഇദ്ദേഹം തന്നെ നമ്മുടെ മൂസ സാഹ് പറഞ്ഞു, ഇതിന് ശേഷം അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ഈ ഗലത്തി കൈസാല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, ഗലത്തി കൈസാല എന്ന ഗ്രന്ഥം അദ്ദേഹം രചിച്ചു. അതിലാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതിലൊരിക്കലും തന്നെ താൻ നബി അല്ല എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നമ്മുടെ മൂസ സാഹിബിന്റെ വാദമാണ് ശരിയെങ്കിൽ ഈ പറഞ്ഞ പ്രകാരം അദ്ദേഹം ഈ ഗലത്തി കൈസാല എന്ന ഗ്രന്ഥം എഴുതുമ്പോൾ അതിൽ എഴുതേണ്ടത് എന്താണ്? ഞാൻ എവിടെയൊക്കെ നബി എന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ മുഹദ്ദസായിട്ട് കാണുക എന്നാണ് എഴുതേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ എവിടെയൊക്കെ നബി എന്ന് പറഞ്ഞിട്ടുണ്ടോ റസൂൽ തിരുമേനി പെൻപറ്റിയുള്ള ഈ ഉമ്മത്തിലെ നബിയാണെന്ന് എടുത്ത് അദ്ദേഹം പറഞ്ഞു ഈ ഗലത്തി കൈസാല എന്ന ഗ്രന്ഥത്തിൽ. എവിടെയൊക്കെ നിഷേധിച്ചിട്ടുണ്ടോ അവിടെ നിഷേധിച്ച ശരീഅത്തോടുള്ള നബിയാണ് എന്ന് കൃത്യമായി പറഞ്ഞു. അപ്പം അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുമാത്രമല്ല, മുഹദ്ദസ് എന്ന പദം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പൂർത്തിയാവില്ല എന്നും അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ പേജ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാം.